ട്രേഡർ. ഒരു എൻട്രി ഇവിടെ റെഡി വരുന്നുണ്ട്. ഇതൊരു എൻട്രി ഒന്നും എടുത്തില്ല, സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ഫസ്റ്റ് എൻട്രിക്ക് വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് എൻട്രി ഇവിടെ ഏകദേശം റെഡി വരുന്നുണ്ട്. ഞാൻ എൻട്രി ഏരിയ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഏകദേശം 24,588 റേഞ്ചിലാണ്. മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,588.85 ആ ഒരു ഏരിയയിലാണ് എൻട്രി മാർക്ക് ചെയ്യുന്നത്. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് കോൾ ഓപ്ഷനിൽ എൻട്രി എടുക്കാനാണ് ഇപ്പോൾ ഉള്ളൊരു പ്ലാന്. ഹയർ ടൈം ഫ്രെയിം IDX ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലോവർ ടൈം ഫ്രെയിമിലുള്ള എൻട്രിയാണ് വരുന്നത്. 24,550 കോൾ ഓപ്ഷനാണ് ഞാൻ എൻട്രി എടുക്കാണ്ട് സെലക്ട് ചെയ്തത്. അതാണ് നിലവിൽ ഇപ്പോൾ ATM ആയിട്ട് നിൽക്കുന്നത്. അതിനാകെ 50 രൂപകളൊന്ന് എക്സ്പയർഡ് ആയതുകൊണ്ട് പ്രീമിയമൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ഇതിൽ ടാർഗറ്റ് ഡേ ഹൈ ഞാൻ നോക്കിയിട്ട് ഡേ ഹൈ മാത്രമേ നല്ലൊരു ലിക്വിഡിറ്റി ആയിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡേ ഹൈ ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. അതിൻ്റെ താഴെ ഒന്നും പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയ ഒന്നും ഇല്ല. സോ എൻട്രി കിട്ടുകയാണെങ്കിൽ മേലേക്ക് എൻട്രി കിട്ടിയതിന് ശേഷം മേലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈഡ് ചെയ്തിട്ട് ഡേ ഹൈ വരെ കൊണ്ടുപോകാം. അതല്ല SL അടിക്കുകയാണെങ്കിൽ SL പോവും. എന്തായാലും നമുക്ക് നോക്കിയോ, ഡേ ഹൈയിലേക്ക് ഏകദേശം 100-110 പോയിൻറ്റിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എൻട്രി എടുക്കുന്ന ടൈമിൽ 100 പോയിൻറ്റിന് കൊടുക്കാം. 100 പോയിൻറ്റ് കൊടുത്ത് നോക്കാം. 100 പോയിൻറ്റ് അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ. അതല്ല ഡേ ഹൈ എത്തുമ്പോഴും കുറവാണെങ്കിൽ നമുക്ക് മാനുവലി എക്സിറ്റ് അടിക്കാം. അതുപോലെ SL അടിക്കുകയാണെങ്കിൽ SL അടിക്കട്ടെ. സോ എൻട്രി ഏരിയൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് 24,590-92 ആ റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ എൻട്രി 24,588-ലാണ്. ഇവിടെ നല്ല മഴയുണ്ട്. സോ സൗണ്ടിന് ചിലപ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതെല്ലാവരും ഒന്ന് ക്ഷമിക്കാം. ഓക്കെ, നമ്മൾ എൻട്രി ഏരിയൻ്റെ തൊട്ടടുത്ത് ടാപ്പായില്ല. പ്രീമിയം നല്ല രീതിയിൽ താഴേക്ക് വരുന്നുണ്ട്. ഡേലോ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ടാപ്പായി ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ പോയി നോക്കുകയാണെങ്കിൽ കാണാം എൻട്രി 53.25ലാണ് എൻട്രി വന്നത്. അതിൽ ടാർഗറ്റ് 7 ആവും. 100 പോയിൻ്റ് കൊടുത്തിട്ട് 20 പോയിൻറ്റിലൊക്കെയാണ് ടാർഗറ്റ് വരുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് 153.25 കൊടുക്കാം. 100 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 153.25. സോ ടാർഗറ്റ് ഓർഡർ മോഡിഫൈ ആയിട്ട് 100 പോയിൻറ്റ്സിൽ കൊണ്ടുവെക്കാം. ഈ ഒരു ടാർഗറ്റ് ഓർഡർ ഉണ്ട്. മോഡിഫൈ 153.25. സോ 2 ടാർഗറ്റ് ഓർഡറും നമ്മൾ മോഡിഫൈ ചെയ്തു. ഇനി SL ഓർഡർ കറക്റ്റാണോ എന്നുള്ളത് നോക്കി നോക്കാം. SL ഓർഡർ മിക്കവാറും കറക്റ്റ് ആയിരിക്കും. നമുക്ക് എന്നാലും ചെക്ക് ചെയ്യാം. അതിന് മുന്നേ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇതിൽ പോയിട്ട് 53.25ലാണ് നമ്മുടെ എൻട്രി. 53.25 53.25. ഓക്കെ, ഇവിടെയാണ് കറക്റ്റ് എൻട്രി വന്നത്. കറക്റ്റ് ടിപ്പിലാണ് എൻട്രി വന്നത്. നമ്മൾ എൻട്രി ഏരിയയിൽ നിന്ന് നല്ലൊരു മൂവ്മെൻറ്റൊക്കെ കാണിക്കുന്നുണ്ട്. മേലേക്ക് ഏത് താഴേക്ക് ഏതൊന്നും അറിയില്ല. എന്തായാലും മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് നിലവിലിപ്പം. SL 47.25. ഓക്കെ, കറക്റ്റ് 6 പോയിൻറ്റിലാണ് SL വന്നത്. അപ്പോൾ SLും ടാർഗറ്റും ഫുൾ സെറ്റാണ്. 100 പോയിൻറ്റ് ടാർഗറ്റും 6 പോയിൻറ്റ് SLും ആണ്. സോ SL 6 പോയിൻറ്റിലുണ്ട്. ഇനി ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 100 പോയിൻറ്റ്സ്. 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പം 153 അല്ലേ? 153 അല്ല, അത് മേലെയാണ്. 121 100 പോയിൻറ്റ്സ് ആണ്. 100 പോയിൻറ്റ്സ് 153. ഓക്കെ, ഏകദേശം ഈ റേഞ്ചിലൊക്കെ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് വരിക. 100 പോയിൻ്റ് അറിയാം. അത്രയ്ക്ക് പോകില്ല എന്നൊന്നും അറിയില്ല. എക്സ്പയറി ഡേ ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്നൊരു മൂവ്മെൻ്റ് ഒക്കെ വരികയാണെങ്കിൽ 100 പോയിൻ്റൊക്കെ ഒറ്റയടിക്ക് അടിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം അവിടെ തന്നെ നിന്ന് കളിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തീറ്റടിക്ക് അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ലോസ് അടിക്കും. രണ്ടും സംഭവിക്കാം, എന്താണെങ്കിലും സംഭവിക്കാം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കി നോക്കി. ഇനി അങ്ങോട്ട് ഞാൻ ഇതടിച്ച് മറ്റേ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ ഇതിൻ്റെ ടാർഗറ്റ് നമുക്ക് കറക്റ്റ് എവിടെ വരുന്നതെന്നുള്ളതൊന്നും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. കറക്റ്റ് ഏരിയ ഡേ ഹൈൻ്റെ ഏരിയ. ഇതിപ്പോൾ നമ്മൾ സാമ്പിൾ ജസ്റ്റ് ആ ഒരു ഏരിയയിൽ കൊണ്ടുവച്ചാണല്ലോ. കറക്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ കൺട്രോൾ അടിച്ചാൽ മതി. ആ കറക്റ്റ് അവിടെ വന്ന് നിൽക്കും. 24,702.65 അതാണ് കറക്റ്റ് ഏരിയ. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മാനുവലി എക്സിറ്റ് അടിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ല. ഇനി വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇനി അങ്ങോട്ടുള്ളത് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ടാർഗറ്റ് ആണോ SL ആണോ, ബ്രേക്ക് ഈവനിലേക്ക് തന്നെ ചെറിയ ലോസിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും ലെറ്റസ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇന്ന് 28-ാം തീയതിയാണ്. നാളെയും കൂടെ നാളെ 29. നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ ഈ മാസം. SL അടിച്ചു. SL തൊട്ടടുത്ത് എത്തിയിട്ടുള്ളൂ. SL അടിച്ചില്ല. ഓക്കെ, അപ്പോൾ നാളെയും കൂടെ കഴിഞ്ഞാൽ ഈ മാസം കംപ്ലീറ്റ് ആവും. ഒറ്റ ദിവസം കൂടെ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്തായാലും പറയാം.
ഫസ്റ്റ് ട്രേഡ് ഇവിടെ SL അടിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് ട്രേഡാണ്. ഫ്ലാറ്റ് ട്രേഡിൽ നോക്കുകയാണെങ്കിൽ 1350 ലോസ് വന്നത്. 1350 പറയുമ്പോൾ കറക്റ്റ് 6 പോയിൻ്റാണ്. 53.25, 47.25 കറക്റ്റ് 6 പോയിൻറ്റ്സിലാണ് SL വന്നത്. സോ ഇന്നത്തെ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞ് ഒരു ഹയർ ടൈം ഫ്രെയിം 5 മിനിറ്റ് IDX ടാപ്പ് ആയിട്ട് മേലേക്ക് എടുത്ത 2 ട്രേഡായിരുന്നു. അത് കഴിഞ്ഞു, SL അടിച്ചു. ഇനിയിപ്പോൾ സെക്കൻഡ് അടുത്ത നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് വേറെ ട്രേഡ് നോക്കാം. ഇനി അടുത്തൊരു ലെവലുള്ളത് കുറച്ച് താഴെ 554.8 ലെവലുണ്ട്. ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലെവലാണ്. 5 മിനിറ്റ് IDX ആണ്. അതിന് താഴെ ഉള്ളത് പ്രീവിയസ്ലി ഉള്ള ഇന്നത്തെ അല്ല പ്രീവിയസ് ഡേയ്സിൽ ഉണ്ടാക്കിയ ലെവലാണ് 24,465 എന്നുള്ളത്. സോ അതിൽ ഏതെങ്കിലുമൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി നോക്കാം. ഇന്ന് അതിനുശേഷം വേറെ എൻട്രീസും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് രാവിലെ എടുത്ത ഒരു ഒറ്റ ട്രേഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഓർഡേഴ്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. 12:38 12:44 4, 5, 6 മിനിറ്റ് ഉണ്ടായിരുന്ന ഒറ്റ ട്രേഡ് മാത്രമേ ഉള്ളൂ. വേറെ എൻട്രി കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എക്സ്പയറി ഡേ ആണ്. ആദ്യം നല്ലൊരു മൂവ്മെൻറ്റ് താഴേക്ക് വന്ന് അതിനുശേഷം ഓപ്ഷൻ ബയ്യർക്ക് പറ്റിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ്മെൻറ്റ് ഉണ്ടായി. മെല്ലെ മെല്ലാണ് പോകണമെന്നുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് 2 സൈഡിലും ഉണ്ടായി. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ ടാർഗറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഒരു പ്രോപ്പറായിട്ടുള്ള എൻട്രി ഇവിടെ കിട്ടീനി, അത് നമ്മളെടുത്തു. അത് SL അടിച്ച് അതിനുശേഷം പിന്നെ ഇവിടെ അല്ല, ഇനി ഈ ഒരു ലെവലിൽ ടാപ്പ് ചെയ്യും. ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത്. അത് SL അടിച്ചു. അതിനുശേഷം ഈ ഒരു ലെവലിൽ ടാപ്പ് ചെയ്താൽ എൻട്രി കൺസിഡർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായി 24,554. പക്ഷെ അവിടുന്ന് പ്രോപ്പർ എൻട്രി ഒന്നും ലോ ടൈം ഫ്രെയിമിൽ കിട്ടിയില്ല, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ ഉണ്ടായിരുന്ന അടുത്ത ലെവൽ പറഞ്ഞാൽ ഇതാണ്. അതിലും അത് ടാപ്പ് ചെയ്തില്ല, അതുകൊണ്ട് ഇന്ന് വേറെ എൻട്രീസും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒറ്റ എൻട്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് സിംഗിൾ ട്രേഡ്, അത് SL അടിച്ച്. ഇന്നിപ്പോൾ 28-ാം തീയതിയാണ്. നാളെ 29, നാളെ വെള്ളിയാഴ്ചയാണ്. നാളെയും കൂടെ കഴിഞ്ഞാൽ ഈ മന്ത് എൻഡ് ആവും. ഇപ്പം നിലവിൽ ഈ മന്ത് ചെറിയൊരു ലോസിലാണ് നിൽക്കുന്നത്. നാളെയും കൂടെ SL ആണെങ്കിൽ, നാളെ SL അല്ലെങ്കിൽ ട്രേഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മന്ത് ഓവറോളും ചെറിയ ലോസിലായിരിക്കും. അതല്ല നാളെ ഒരു ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ, ഒറ്റ പ്രോപ്പർ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ ഫുള്ള് കവർ ചെയ്ത് പ്രോഫിറ്റിലെത്തുകയും ചെയ്യും. സോ എന്താണെന്നുള്ള അറിയില്ല, നമുക്ക് നാളെ നോക്കി നോക്കാം. ഇനിയിപ്പോൾ ലോസ് ആണെങ്കിലും ശരി, പ്രോഫിറ്റ് ആണെങ്കിലും ശരി, എന്തായാലും വീഡിയോ ഉണ്ടാവും. വീഡിയോയ്ക്ക് ഒരു ഇതും ഉണ്ടാവില്ല. ഞാൻ വീഡിയോ ചെയ്യുന്നത് പ്രോഫിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ട്രേഡിങ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, പ്രോഫിറ്റ് അങ്ങനെ ഉണ്ടാക്കുക ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ട്രേഡിങ്ങിൻ്റെ റിയാലിറ്റി എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ചില മാസങ്ങൾ നമുക്ക് ലോസും വരും, കണ്ടിന്യൂസ് ആയിട്ട് ലോസും വരും. അപ്പോൾ അങ്ങനെയുള്ള ആ റിയാലിറ്റി എല്ലാവരും മനസ്സിലാക്കുക. ട്രേഡിങ്ങിൽ പ്രോഫിറ്റും വരും, ലോസും വരും. പ്രോഫിറ്റ് മാത്രം വരും വിചാരിച്ചിട്ട് അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് ആരും ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയിട്ട് പറ്റിക്കപ്പെട്ടവർക്ക്. അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് ട്രേഡിങ്ങിൽ പ്രോഫിറ്റും വരും, ലോസും വരും. ആ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.